സോഴ്സാണ് നമ്മളിന്ന് പ്ലസ് ടു കാരുടെ പബ്ലിക് എക്സാമിന് വേണ്ടിയുള്ള ഇന്റഗ്രേഷനിലെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ്. നമ്മൾ കുറെ പഠിച്ചുകൊണ്ട് പോയാലും നമ്മൾ കാണാറുണ്ട് പുതിയ ക്വസ്റ്റ്യൻസുകൾ അല്ലേ. പക്ഷെ അതൊക്കെ നമ്മൾ വിചാരിക്കും ഏതൊക്കെ ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഇനി എക്സ്ട്രാ പഠിക്കേണ്ടത്. അങ്ങനത്തെ നിങ്ങൾ പഠിക്കേണ്ട എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസുകളാണ് നിങ്ങൾ ഈ ബോർഡിൽ കാണുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ നമുക്ക് ഒരു പ്രാക്ടീസ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കാണുമ്പോൾ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട് തോന്നും. അവനെ കവറപ്പ് ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. നമ്മുടെ ക്ലാസ്സുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾ മാക്സിമം കാണുക, മാക്സിമം നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. ഓക്കെ, നമ്മുടെ ഇന്റഗ്രേഷനിലെ 2 ചോദ്യങ്ങൾ അത് ഡെഫിനിറ്റ് ഇന്റഗ്രലിന്റെ ക്വസ്റ്റ്യൻസ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും പേടിക്കേണ്ട. പല കുട്ടികൾക്കും ഡെഫിനിറ്റ് ഇന്റഗ്രലൊക്കെ ഇത്തിരി ടഫായിട്ടുള്ള കാര്യമാണ്. കാരണം ഇന്റഗ്രേഷനെ പഠിച്ചതിന് ഇത്തിരി ബുദ്ധിമുട്ടിയാണ്. പിന്നെ അതിന്റെ ഡെഫിനിറ്റ് ഇന്റഗ്രൽ ആകുമ്പോൾ ഇത്തിരി ടഫാണ്. കുഴപ്പമൊന്നുമില്ല, വളരെ സിമ്പിളാണ് നമുക്ക് പഠിക്കാം. ക്വസ്റ്റ്യൻ നോക്കിയോ. ഫൈൻഡ് k if integral 0 to 1 3x square plus 2x plus k dx equal to 0. അങ്ങനെയാണെങ്കിൽ കെയുടെ വാല്യൂ കണ്ടുപിടിക്കാനാണ്. എന്നുള്ള ഈ ഡെഫിനിറ്റ് ഇന്റഗ്രലിന്റെ വാല്യൂ 0 ആകണമെങ്കിൽ ഈ കെയുടെ പ്ലേസിൽ ഏത് നമ്പർ വരണം, അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ ചെയ്യേണ്ട ഇത്രേ ഉള്ളൂ. ക്വസ്റ്റ്യൻ ആദ്യം ഒന്ന് എടുത്ത് എഴുതുക. ദാറ്റ് ഈസ് ഇന്റഗ്രൽ 0 to 1 3x square plus 2x plus k dx equal to 0 എന്നുണ്ട്. നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത്? ഇതിനെ കൂടി ഇന്റഗ്രേറ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. ലിമിറ്റ് ഒക്കെ അവിടെ കിടക്കട്ടെ. ഈ ഓരോ ടേംസിനെയും നമ്മൾ എന്ത് ചെയ്യണം? ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇന്റഗ്രേഷൻ എല്ലാം നന്നായിട്ട് അറിഞ്ഞണം, കാരണം റിസൾട്ട് ഒക്കെ അറിയണം. പിന്നെ ചെയ്യുന്ന മെത്തേഡ് പഠിക്കണം. ഇന്റഗ്രേഷന്റെ കാര്യമൊന്നും അത്ര ഈസി ഒന്നും അല്ല. പിന്നെ ചെറിയ ക്വസ്റ്റ്യൻസുകളൊക്കെ ആകുമ്പോൾ വലിയ കുഴപ്പമില്ല, ചെയ്യാം. ആദ്യം നമുക്ക് 3x² ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. 3x² ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ 3 വിട്. x² ഈസ് ഇൻ ദ ഫോം ഓഫ് x റൈസ് ടു n. എന്തായിരുന്നു x റൈസ് ടു n ന്റെ ഇന്റഗ്രൽ? x റൈസ് ടു n പ്ലസ് 1 ബൈ n പ്ലസ് 1. ഈ n ന്റെ പ്ലേസിൽ ഇപ്പൊ നമുക്ക് ഇവിടെ കിടക്കുന്നത് 2 ആണ്, ഉണ്ടല്ലോ. അപ്പൊ x റൈസ് ടു n പ്ലസ് 1 എന്ന് പറയുമ്പോൾ x റൈസ് ടു 2 പ്ലസ് 1 ബൈ 2 പ്ലസ് 1, ദാറ്റ് ഈസ് x റൈസ് ടു 3 ബൈ 3 ഓർ x³ ബൈ 3. ഓക്കെ, അപ്പൊ ഈ 3 അവിടെ ഇട്ട ശേഷം x³ ബൈ 3. അപ്പൊ 3 ഇൻറ്റു x² ഇന്റഗ്രൽ x³ ബൈ 3. ക്ലിയർ ആയല്ലോ? പ്ലസ് ഇനി 2 ഇട്ട ശേഷം എക്സിന്റെ ഇന്റഗ്രൽ. എക്സിന്റെ ഇന്റഗ്രൽ എല്ലാവരും അറിയാമെന്ന് തോന്നുന്നു, x² ബൈ 2. ഇവിടെയും എക്സിന്റെ ഡിഗ്രി 1 ആണ് കേട്ടോ, 1. അപ്പൊ ഈ എന്നിന് 1 ആയപ്പോ x റൈസ് 1 പ്ലസ് 1 ബൈ 1 പ്ലസ് 1 x² ബൈ 2 അത്രേ ഉള്ളൂ കേട്ടോ. പ്ലസ് k ഈസ് എ കോൺസ്റ്റന്റ് ടേം, എക്സ് ഇല്ലാത്തൊരു ടേമാണ്. എക്സ് ഇല്ലാത്തൊരു ടേമിന്റെ ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ ആ ടേം എഴുതുക, ഒരു എക്സ് ചേർത്ത് എഴുതുക, അത്രേ ഉള്ളൂ. 1000 വലിയ നമ്പറാണ്, നമ്മൾ പേടിക്കണ്ട. 1000ത്തിന്റെ ഇന്റഗ്രൽ 1000x, അത്രേ ഉള്ളൂ. 1,00,000 ഇന്റഗ്രൽ 1,00,000 x. 2 ഇൻ ഇന്റഗ്രൽ 2x. 1 ഇൻ ഇന്റഗ്രൽ 1x. k ഇന്റഗ്രൽ kx, അത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ k ഇന്റഗ്രൽ kx. അപ്പോൾ അതും ക്ലിയർ ആയി. ഓവർ ദി ലിമിറ്റ് അങ്ങോട്ട് ഇടുക, 0 to 1 കൊടുക്കുക, ഈക്വൽ ടു 0 എന്ന് എഴുതുക, ഇത്രമേ ഉള്ളൂ. ഇവിടെ നമുക്ക് 3 ക്യാൻസൽ ആവുന്നുണ്ടോ? ഇവിടെ 2 ക്യാൻസൽ ആവും ഇല്ലേ? അതൊക്കെ ഇവിടെ കിടന്നാലും ശല്യം അല്ലേ? അപ്പൊ അതിനനുസരിച്ചാണ് അവർ തന്നിരുന്നത് കേട്ടോ. ബാക്കിയുള്ളത് നമുക്ക് എടുത്ത് എഴുതാം. ദാറ്റ് ഈസ് x³ പ്ലസ് x² പ്ലസ് k ഓവർ ദി ലിമിറ്റ് 0 to 1 ഈക്വൽ ടു 0. ഇനി നിങ്ങൾ ഈ x കാണുന്നിടത്തെല്ലാം 1 കൊടുക്കുക, 2x കാണുന്നിടത്തെല്ലാം 0 കൊടുക്കുക കേട്ടോ. x കാണുന്നിടത്തെല്ലാം 1 കൊടുക്കുമ്പോൾ 1³ പ്ലസ് 1² പ്ലസ് k ഇൻ ബ്രാക്കറ്റ് മൈനസ് മീൻസ് അപ്പർ ലിമിറ്റ് ആയ 1 ഈ എക്സിനും ഈ എക്സിനും കൊടുക്കണം. അപ്പൊ x³ എന്നുള്ളത് 1³ x² എന്നുള്ളത് 1² പ്ലസ് k മൈനസ് പിന്നെ 0 കൊടുക്കുമ്പോൾ 0³ പ്ലസ് 0² പ്ലസ് k ഈക്വൽ ടു 0. ഈ 1³ പ്ലസ് 1² എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും നോക്കിക്കേ. 1³ പ്ലസ് 1² എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കിക്കേ k ഇൻറ്റു എക്സ് എന്നുണ്ട് കേട്ടോ. k x ഉണ്ടായിരുന്നു, അവിടെ k ഇൻറ്റു 1, ഇവിടെ k ഇൻറ്റു 0 കേട്ടോ. k ഇൻറ്റു kx അല്ലായിരുന്നു, അപ്പൊ k ഇൻറ്റു എക്സിന് ആദ്യം 1 കൊടുക്കണം, രണ്ടാമത് ഇവിടെ എക്സിനെ വിളിച്ച് 0, k ഇൻറ്റു 0 കേട്ടോ. ദാറ്റ് ഈസ് 1³ എത്രയാണ്? 1. 1² എത്ര? 1 പ്ലസ് k ഇൻറ്റു 1 എത്രയാണ്? k. ഇത് മുഴുവൻ 0 ആവും. 0³ 0² k ഇൻറ്റു 0 എല്ലാം എന്തായി പോകും? 0 കേട്ടോ. അവിടെ ഒന്നും ആരുമേ അവശേഷിക്കില്ല. ബാക്കിയുള്ളത് 1 പ്ലസ് 1 പ്ലസ് k, ദാറ്റ് ഈസ് 2 പ്ലസ് k. 2k എന്ന് എഴുതരുതേ, ചില അറിയാതെ എഴുതി വെക്കും. 1 പ്ലസ് 1 പ്ലസ് k 2k. 1 പ്ലസ് 1 2 പ്ലസ് k 2 പ്ലസ് k തന്നെ എഴുതാൻ പറ്റുള്ളൂ കേട്ടോ. That is 2 plus k equal to 0 implies k is equal to plus 2 അപ്പുറത്ത് വരുമ്പോൾ -2. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ കെയുടെ വാല്യൂ എത്ര കിട്ടി? -2. ഇപ്പൊ നോക്കിക്കേ, ഇത് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു? ഒന്നുമില്ല അല്ലേ? പക്ഷെ നമുക്ക് ചിലപ്പം ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ ആദ്യമായിട്ട് ചിലപ്പോൾ ഉള്ളവർക്ക് ബുദ്ധിമുട്ടാവും.
അതേപടി തന്നെ എക്സാമിന് ചോദിക്കാൻ പറ്റുന്ന മറ്റൊരു സൂപ്പർ ക്വസ്റ്റൻ ആണ് കിടക്കുന്നത്. ഇന്റഗ്രൽ 0 to a dx by 4x square plus 1 is equal to pi by 8. Find the value of a. dx by 4x square plus 1 equal to pi by 8 ആണെങ്കിൽ ഈ എയുടെ പ്ലേസിൽ ഒരു കറക്റ്റ് നമ്പർ വന്നെങ്കിൽ മാത്രമേ നമുക്ക് ഇതിന്റെ ആൻസർ പൈ ബൈ 8 എന്ന് കിട്ടുള്ളൂ. അപ്പൊ അതാരാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് 0 to a ക്വസ്റ്റൻ എന്നെടുത്ത് എഴുതാം, ഇല്ലെങ്കിൽ നമുക്ക് ആദ്യമേ തുടങ്ങാം. അല്ലേ, ഈ dx by എന്നൊക്കെ മാറ്റുമ്പോൾ ഈ dx അങ്ങ് മാറ്റണം കേട്ടോ. 1 by എന്നാക്കുമ്പോഴേ നമുക്ക് എന്തെങ്കിലുമൊക്കെ പഠിച്ചത് ഓർമ്മയിൽ വരുള്ളൂ കേട്ടോ. അപ്പൊ dx മാറ്റിയ ശേഷം 1 by ഈ 4x square plus 1 ഇത് നമുക്ക് ഏത് റിസൾട്ട് ആണെന്ന് അറിയാത്തതാണ് ഏറ്റവും വലിയ കുഴപ്പം. നമ്മൾ ഈ റിസൾട്ട് പഠിച്ചിട്ടുണ്ട്. ഇന്റഗ്രൽ 1 by x square plus a square dx. ആൻസർ 1 by a tan inverse x by a. ഈ റിസൾട്ട് പറയുമ്പോഴൊക്കെ ചിലർക്കൊക്കെ ഓർമ്മ വരും, ചിലർക്ക് ഇത് കണ്ടിട്ട് പോലും ഇല്ല. മറ്റൊരു കാര്യം അപ്പൊ ഇത് ഈ റിസൾട്ട് യൂസ് ചെയ്യേണ്ടത് 1 by x square plus a square 1 by a tan inverse x by a. അതിനോട് 1 by a tan inverse x by a. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിക്കേ, ആ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ പോലെ, പക്ഷെ ഇവിടെ ഒരു 4 കിടക്കുന്നു എക്സ്ട്രാ. ഇത് ഈ എക്സ് സ്ക്വയർ വരുമ്പോഴാണ് ഈ റിസൾട്ട്. പക്ഷെ 4 വന്നാൽ നമുക്ക് അവിടെ കളയാൻ വേണ്ടി ബൈ 4നെ ഇങ്ങ് പുറത്തിടുക. മീൻസ് ഡിനോമിനേറ്ററിൽ നിന്നും 4നെ കോം എടുത്ത ശേഷം നമുക്ക് ചെയ്യാം. 4നെ കോം എടുക്കുവാണ് ഡിനോമിനേറ്ററിൽ നിന്നും. അപ്പൊ 4x സ്ക്വയറിൽ നിന്ന് 4 പോയി കഴിഞ്ഞാൽ ബാക്കി എക്സ് സ്ക്വയർ. 1ൽ നിന്നും 4നെ കോമൺ വന്നാൽ 1/4 ഇങ്ങനെയാണ് കേട്ടോ. ഇപ്പൊ 4x സ്ക്വയർ പ്ലസ് 1ൽ നിന്ന് 4നെ കോമൺ എടുത്താൽ എക്സ് സ്ക്വയർ പ്ലസ് 1ൽ നിന്ന് 4നെ കോമൺ എടുത്താൽ 1/4 dx ഈക്വൽ ടു പൈ ബൈ 8 എന്ന് എഴുതാൻ മറക്കരുത്. അത് തന്നിട്ടുണ്ട് പൈ ബൈ 8 ആവണം. അപ്പൊ ഈക്വൽ ടു പൈ ബൈ 8 നമുക്ക് എഴുതി പറഞ്ഞേ. ഇവിടെ നമുക്ക് a ആണ് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. അപ്പൊ ബൈ 4 ഇങ്ങനെ പുറത്തു വന്നു. ബാക്കി ഇന്റഗ്രൽ 0 to a 1 by x square plus 1/4നെ ഇങ്ങനെ എഴുതാൻ പോലെ 1/2ന്റെ സ്ക്വയർ ഈക്വൽ ടു 3 പൈ ബൈ 8. ഇപ്പൊ നിങ്ങൾക്ക് ഇത് കണ്ടാൽ ഇവനാണെന്ന് തോന്നും. എക്സ് സ്ക്വയറിന് കറക്റ്റ് എക്സ് സ്ക്വയർ ഉണ്ട്, എ സ്ക്വയറിന് ഇവിടെ 1/2 സ്ക്വയർ ഉണ്ട്. അപ്പൊ എ എന്ന് പറഞ്ഞാൽ 1/2 ആണ് കേട്ടോ. ഈ എ സ്ക്വയർ എന്നുള്ളത് 1/2 സ്ക്വയർ. അപ്പൊ എ എന്ന് പറഞ്ഞാൽ 1/2 ആണ്. അപ്പൊ നമ്മൾ ഈ റിസൾട്ട് അങ്ങോട്ട് യൂസ് ചെയ്യുമ്പോൾ 1/4 എഴുതിയ ശേഷം 1 by a tan inverse x by a equal to pi by 8. ഇതാ ഉണ്ടല്ലോ. ഈ 1/4 എഴുതിയ ശേഷം 1 by a tan inverse x by a equal to pi by 8 കറക്റ്റ് ആയി. ഇവിടുന്ന് ഈ 1/2 എന്നുള്ള ഡിനോമിനേറ്റർ ഉണ്ടോ, അത് റെസിപ്രോക്കൽ എടുക്കുമ്പോൾ 2/1 ആയിട്ട് വരും. 1/1/2 എന്ന് പറഞ്ഞാൽ 1 into 2/1. ഇത് 2/1 ആയിട്ട് മാറും കേട്ടോ. ഓക്കെ, ഞാൻ അതങ്ങ് എഴുതുമ്പോൾ ഒരു സ്റ്റെപ്പ് നമുക്ക് കുറയ്ക്കാം. ഇവിടെ നമുക്ക് കട്ട് ചെയ്ത് 2 ആക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടുന്നത് 1/2 ഇൻറ്റു, ഇനി ഓവർ ദ ലിമിറ്റ് ഉണ്ടല്ലോ, ഓവർ ദ ലിമിറ്റ് 0 to ആരാണ് എ. അപ്പൊ 1/2 പുറത്ത് കിടക്കുന്നുണ്ട് കേട്ടോ. 1/2 പുറത്ത് കിടക്കുന്നുണ്ട്. ഇനി നമ്മുടെ ഈ എക്സിന്റെ പ്ലേസിൽ എ കൊടുക്കണം, പിന്നെ എക്സിന്റെ പ്ലേസിൽ 0 കൊടുക്കണം. ഓക്കെ, ദാറ്റ് ഈസ് ടാൻ ഇൻവേഴ്സ്. നമുക്ക് ഇവിടെ x/1/2 ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിനെ നമുക്ക് 2x എന്നാക്കാം കേട്ടോ. എന്തുകൊണ്ടാണെന്നുള്ളത് മനസ്സിലായോ? നോക്കിയേ, x/1/2 ഇവിടെ ഡിനോട്ട് 1/2 ഫ്രാക്ഷൻ റെസിപ്രോക്കൽ ഇൻറ്റു 2/1 വരുമ്പോൾ x ഇൻറ്റു 2/1 2x എന്നാണ് കേട്ടോ. ഇനി ലിമിറ്റ് അപ്ലൈ, ദാറ്റ് ഈസ് 1/2 ഇൻറ്റു ടാൻ ഇൻവേഴ്സ് 2a മൈനസ് എക്സിന്റെ പ്ലേസിൽ എ കൊടുത്തു മൈനസ് ടാൻ ഇൻവേഴ്സ് 0 എടുക്കുമ്പോൾ 2 into 0 0 ഈക്വൽ ടു പൈ ബൈ 8. ഓക്കെ, ഇവിടെ ഈ ടാൻ ഇൻവേഴ്സ് 0 0 ആയി പോകും കേട്ടോ. ഈ ടാൻ ഇൻവേഴ്സ് 0 അങ്ങ് 0 ആവും. ബാക്കി ഇത് മാത്രമേ ഉള്ളൂ. ബാക്കി ഇവിടോട്ട് ചെയ്യാം. ദാറ്റ് ഈസ് 1/2 ഇൻറ്റു ടാൻ ഇൻവേഴ്സ് 2a എന്ന് വരും. ടാൻ ഇൻവേഴ്സ് 2a ഈക്വൽ ടു പൈ ബൈ 8. ഇതങ്ങ് 0 കേട്ടോ. ടാൻ ഇൻവേഴ്സ് 0 0, ബാക്കി ഇത് ഈക്വൽ ടു പൈ ബൈ 8. ഇവിടെ നിന്ന് 2നെ നമ്മൾ ഡയറക്റ്റ് ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം കേട്ടോ. അപ്പൊ അതാക്കി കിട്ടുന്നത് ടാൻ ഇൻവേഴ്സ് 2a ഈക്വൽ ടു 2 പൈ ബൈ 8 കേട്ടോ. ഈ 2 അങ്ങോട്ട് വരുമ്പോൾ 2 പൈ ബൈ 8 2 പൈ ബൈ 8. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഈ 2 കൊണ്ട് 8നെ കട്ട് ചെയ്താൽ 4 ആവത്തില്ലയോ? അപ്പൊ ടാൻ ഇൻവേഴ്സ് 2a ഈക്വൽ ടു പൈ ബൈ 4. അവിടുന്ന് ഞാൻ 2a ഈക്വൽ ടു എഴുതുക എന്ന് പറഞ്ഞാൽ ടാൻ ഇൻവേഴ്സിനെ എഴുതുന്നില്ല. ഈ ടാൻ ഇൻവേഴ്സ് എഴുതുന്നില്ലെങ്കിൽ ടാൻ ഇൻവേഴ്സ് അപ്പുറത്ത് എഴുതും. ടാൻ ഇൻവേഴ്സ് അപ്പുറത്ത് എഴുതുമ്പോൾ ടാൻ എന്നാവും, ഇൻവേഴ്സ് കാണില്ല. ഓക്കെ, ഈ ടാൻ ഇൻവേഴ്സ് അപ്പുറത്ത് എഴുതുമ്പോൾ ടാൻ ഓഫ് പൈ ബൈ 4 ദാറ്റ് ഈസ് 2a ഈക്വൽ ടാൻ പൈ ബൈ 4 ടാൻ 45 1
ടാൻ π/4 π/4 എന്ന് പറഞ്ഞാൽ 45, ടാൻ 45, ടാൻ 45 നമ്മൾ 10ാം ക്ലാസ് വരെ പഠിക്കുന്നതാണ് 1. അപ്പൊ ഇപ്പൊ നോക്കിക്കേ 2a = 1, therefore a is equal to 1/2. ഓക്കെ, നമ്മുടെ ഫൈനൽ ആൻസർ ആയി. ക്ലിയർ ആയി. ഇങ്ങനെയാണ് ഇതിന് ചെയ്യുന്നത്. ഇതൊക്കെ എക്സാമിൽ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് ചോദിച്ചാൽ ഒരു 2-3 മാർക്കൊക്കെ ഉണ്ടാവും. ഈ പ്രോബ്ലം ചോദിച്ചാൽ 2 മാർക്കൊക്കെ തരത്തുള്ളൂ, കാരണം അത് ഇത്തിരി ഈസിയാണ്. ഇത് ഇച്ചിരൂടെയൊക്കെ നമുക്ക് ചെയ്യാറുണ്ട്. ഇവിടുന്ന് 4നെ കോം എടുക്കണം എന്നൊക്കെയുള്ള പ്രശ്നമുണ്ട്. 4നെ കോം എടുക്കാൻ ചെയ്യാം, പക്ഷെ നമ്മളെല്ലാം പഠിപ്പിച്ചിരുന്നത് 4നെ കോം എടുത്ത് വെറും x² ആക്കിക്കൊണ്ടാണ് അല്ലേ. എന്നിട്ട് ഈ റിസൾട്ടിനുള്ളിൽ ഈ റിസൾട്ട് 6 എണ്ണം ഉണ്ട് കേട്ടോ. 1/x² + a², 1/a² + x² ഉണ്ട്. അടുത്ത് 1/x² - a² ഉണ്ടല്ലോ. ഈ 1/x² + a² 1/a² + x² സെയിം ആണ്. പിന്നെ 1/x² - a², 1/a² - a², പിന്നെ ഇതെല്ലാം റൂട്ട് വരും. 1/√x² + a², 1/√x² - a². അങ്ങനെ 6 റിസൾട്ട് ഉണ്ട്. 6ഉം പഠിക്കണം, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇതിനെ വിളിക്കുന്ന 1 ക്വാഡ്രാറ്റിക് എന്ന 1ന് താഴെ ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ വന്നാൽ എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യണം എന്നുള്ളതിന്റെ റിസൾട്ട് ആണ് ഇവിടെ പഠിക്കുന്നത്. ഇവിടെ നമ്മൾ 1/x² + a² റിസൾട്ട് ആണ് യൂസ് ചെയ്യേണ്ടി വന്നത്. ഈ റിസൾട്ട് എല്ലാം പഠിച്ചെങ്കിൽ പ്രോബ്ലം ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇന്റഗ്രേഷൻ ഇത്ര ടഫ് ആണെന്ന് പറയുന്നത്. എന്തായാലും പഠിക്കുക, നമ്മുടെ ക്ലാസ്സുകൾ വരും, മാക്സിമം ഫോളോ ചെയ്യുക. ഗുഡ് ബൈ.